നമ്മൾ ഇന്ന് ഈ സായം സന്ധ്യാവേളയിൽ അങ്കമാലിയുടെ വിരിമാറിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സീറോ മലബാർ സഭയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്കമാലിയുടെ പ്രാധാന്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. 1772 അങ്കമാലി പടിയോല എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും നമ്മളൊക്കെ. അതുപോലെ തന്നെ അങ്കമാലി സീറോ മലബാർ സഭയുടെ കേന്ദ്രസ്ഥാനം തന്നെയായിരുന്നു. ആ അങ്കമാലിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അധികാര ദുർവിനിയോഗത്തിൻ്റെയും അഴിമതിയുടെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും എല്ലാം വേദനകൾ സഹിക്കുന്നവരാ നമ്മള് ഈ യാത്ര തുടങ്ങിയിട്ട് 7 വർഷമായി. അത് ആരംഭിക്കുന്നതോ അഴിമതിയിലൂടെയാണ്. നമ്മുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി മെത്രാപ്പോലീത്ത, അദ്ദേഹവും ഞാനും ഒരുമിച്ച് 6 കൊല്ലക്കാലം ആലുവ സെമിനാരിയിൽ പഠിച്ചതാ. ഞങ്ങൾ വളരെ സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ അദ്ദേഹം എറണാകുളത്ത് മേജർ ആർച്ച് ബിഷപ്പായിട്ട് വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയതായ അധികാര ദുർവിനിയോഗവും അഴിമതിയും, ഭീമമായ സംഖ്യ അടിച്ചു മാറ്റലുമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെ തുടങ്ങിയതാണ് നമ്മുടെ ഈ യുദ്ധം. എറണാകുളം അതിരൂപത എന്ന് പറയുമ്പോൾ സീറോ മലബാർ സഭയുടെ ശിരസ്സാണ്. സീറോ മലബാർ സഭയിലെ ഏറ്റവും ചലനാത്മകമായ, ഏറ്റവും വലിയ രൂപത തന്നെയാണ്. ജനസംഖ്യ കൊണ്ട് 6 ചില്ലുവാനും ലക്ഷം വിശ്വാസികളുള്ള, 400 ചില്ലുവാനും വൈദികരുള്ള, 320 ഇടവകകളുള്ളതായ വലിയൊരു അതിരൂപത. നമ്മൾ ഈ ധാർമ്മിക സമരത്തിൽ നിന്ന് പിന്മാറിയാല് എറണാകുളം അതിരൂപത പിന്നെ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ അതിരൂപതയുടെ രൂപവും ഭാവവും എല്ലാം മാറും. ഇതിനെ നിശേഷം നിലം പരിശാക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു സിനഡാണ് ഇന്ന് സീറോ മലബാർ സഭയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അധാർമിക സിനഡ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ധർമ്മനിഷ്ഠയില്ലാത്ത മെത്രാന്മാരുടെ കൂട്ടായ്മയാണ് സീറോ മലബാർ സഭാ സിനഡ് എന്ന് പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അതുപോലെ തന്നെ എക്കാലത്തും എറണാകുളം അതിരൂപതയുടെ മെത്രാപ്പോലീത്തമാരും എറണാകുളം അതിരൂപതയുടെ ഭരണം നിർവഹിക്കുന്നതായ ഭരണസമിതിയായ കൂരിയായുമൊക്കെ വളരെയേറെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ളതായ നല്ല നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് സമൂഹത്തിന് മാതൃക കാണിച്ചിട്ടുള്ളതായ അവസ്ഥയാണ് നമുക്കുള്ളത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ അതിരൂപതയെ ഭരിക്കുന്ന കൂരിയ, നമ്മുടെ അതിരൂപതയെ ഭരിക്കുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന സ്ഥാനവും വഹിച്ചുകൊണ്ടിരിക്കുന്ന ബോസ്കോ പുത്തൂർ മെത്രാൻ, അദ്ദേഹം രൂപപ്പെടുത്തിയിരിക്കുന്നതായ കൂരിയ അധർമ്മികളുടെ കൂടാരമായി തീർന്നിരിക്കുകയാണ്. നമ്മുടെ അതിരൂപതാ കേന്ദ്രം ഇന്ന് അധർമ്മികളുടെ കൂടാരമാണ്.
അവിടെ ഇരുന്നു കൊണ്ട് അവര് കാട്ടിക്കൂട്ടുന്നതായ അധർമ്മങ്ങള്, അവര് കാട്ടിക്കൂട്ടുന്നതായ വേഷം കെട്ടലുകൾ എന്തൊക്കെയാ നമുക്കറിയാമോ? ഇന്ന് അതിരൂപതയിലെ 4 വൈദികര് അവരുടെ ഇടവക വികാരി സ്ഥാനത്ത് നിന്ന് അകാരണമായി, അന്യായമായി, നിയമവിരുദ്ധമായിട്ട് നീക്കം ചെയ്യപ്പെടുന്ന അവസ്ഥ. അതിന് വഴിപ്പെടാതിരിക്കുന്നതിന്റെ പേരില് അവരുടെ മേൽ വിലക്കുകൾ ഏർപ്പെടുത്തിയിരിക്കുന്ന അവസ്ഥ. ഇന്നിപ്പോ നമ്മുടെ മെത്രാൻ ബോസ്കോ പുത്തൂർ, അദ്ദേഹം ഇപ്പോഴും അഡ്മിനിസ്ട്രേറ്റർമാരെ തേടി നടക്കുക. എറണാകുളം അതിരൂപതയോട് സ്നേഹമുള്ള ഒരൊറ്റ വൈദികനെ പോലും അഡ്മിനിസ്ട്രേറ്റർ ആക്കാൻ അവർക്ക് കിട്ടുകയില്ല. നമ്മുടെ അതിരൂപതയില് 450-ലധികം വൈദികരുള്ളതില് ഏതാണ്ട് 10-12 പേര് മാത്രമാണ് അവരുടെ സ്ഥാപിത താല്പര്യങ്ങളുടെ പേരില്, സ്വകാര്യ താല്പര്യങ്ങളുടെ പേരില് ഈ ബോസ്കോ മെത്രാനോട് ചേർന്ന് നിൽക്കുകയും അഡ്മിനിസ്ട്രേറ്റർ ആകാനായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുകയും ചെയ്യുന്നവര്. പ്രായാധിക്യത്തിന്റെ പേരില് വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് 2 പേരെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അഡ്മിനിസ്ട്രേറ്റർമാരാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റർമാരുടെ അവസ്ഥകളിലേക്കൊന്ന് നമ്മൾ ചൂഴ്ന്നിറങ്ങി നോക്കിയാല് പലതരത്തിലുള്ളതായ വൈകൃതങ്ങളെ ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ് അവര് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവര് ഇന്നിപ്പോഴ് വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുക. ഈ നിരാഹാര പ്രാർത്ഥനാ യജ്ഞം ഏറ്റവും ഫലവത്താക്കി തീർക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയങ്കരനായ ജോയ്സ് അച്ഛൻ, അദ്ദേഹം വളരെയേറെ ചിന്തിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഒരു ഗ്രന്ഥകർത്താവാണ്, സെമിനാരി പ്രൊഫസറാണ്. അദ്ദേഹം ഈ വേദിയിൽ വന്ന് ഈ 3 ദിവസം നിരാഹാരം അനുഷ്ഠിക്കുവാനായിട്ട് തയ്യാറായത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അദ്ദേഹത്തെ ഇതിനു വേണ്ടിയിട്ട് ഒരുക്കി കൊണ്ടുവന്നതായ അയിരൂർ ഇടവകാംഗങ്ങളെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അവര് അദ്ദേഹത്തിന് നൽകുന്നതായി പ്രചോദനവും പ്രോത്സാഹനവും എല്ലാം നമ്മുടെ അതിരൂപതയുടെ നന്മയ്ക്കായിട്ട്, വിശിഷ്യ സീറോ മലബാർ സഭയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനിയും വളരെയേറെ വിശിഷ്ട വ്യക്തികള് പ്രസംഗിക്കുവാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഇന്നും ഈ ദിവസങ്ങളിലുമൊക്കെ ഈ വേദി നമുക്കുള്ളതാണ്. നിരാഹാരമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നതായ ജോയ്സ് അച്ഛനോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുവാനും ത്യാഗങ്ങൾ സഹിക്കുവാനും സാന്നിധ്യം കൊണ്ട് ഈ പ്രസ്ഥാനത്തെ, ഈ സമ്മേളനത്തെ, ഈ കൂട്ടായ്മയെ, നിരാഹാര പ്രാർത്ഥനാ യജ്ഞത്തെ സമ്പന്നമാക്കുവാനും നമുക്ക് ഏവർക്കും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.
അനീതിക്കും അധർമ്മത്തിനുമെതിരായുള്ള നിരാഹാര സത്യാഗ്രഹത്തിൻ്റെ തിരി തെളിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ വേദി അലങ്കരിക്കുന്നവരെല്ലാം നമുക്കറിയാം. ഒരു വലിയ പോരാട്ടത്തിന് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. പോരാട്ടം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. തളിയനച്ചനോട് പറഞ്ഞ വളരെയേറെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി. കഴിഞ്ഞ 7 വർഷമായിട്ട് സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പോരാടി വരുന്ന നമ്മൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുവാൻ സിനഡ് നമ്മളെ നിർബന്ധിച്ചു. നമ്മൾ അതിന് വശംവദരായി എന്നുള്ളതാണ് ഈ പോരാട്ടത്തിൻ്റെ ഏറ്റവും അടിയിലുള്ള രഹസ്യമെന്ന് പറയുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തില് പുറപ്പാടിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ, പുറപ്പാടിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ മോസസിനെ ദൈവം വിളിക്കുന്നു. എന്തിനാണ് മോസസിനെ വിളിച്ചതെന്ന് മോസസിനോട് ദൈവം പറഞ്ഞു. ഇസ്രായേൽ ജനം ഈജിപ്തില് അനുഭവിക്കുന്ന കഠിന യാതനകള്, വേദനകള്, അവരുടെ യജമാനന്മാർ അവരുടെ മേല് പുലർത്തുന്നതായിട്ടുള്ള താണ്ഡവമാടുന്ന രീതിയിലുള്ള അനീതിപരമായിട്ടുള്ള അവരോടുള്ള അക്രമങ്ങള്, അവരുടെ കണ്ണീരെല്ലാം ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്ന പ്രലാപത്തിന്റെ നെടുവീർപ്പുകള്, ഇതെല്ലാം തുടച്ചു നീക്കുവാൻ വേണ്ടിയിട്ടാണ് മോസസിനെ ദൈവം വിളിക്കുന്നത്. മുൾപ്പടർപ്പിൽ നിന്ന് മോസസിനെ വിളിച്ച ദൈവം ഇന്ന് യോയിസ് കൈതക്കോട്ടിലച്ഛനെ ഈ സമരപ്പന്തലിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അച്ഛനോടൊപ്പം നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്. ഈ അനീതിക്കും അധർമ്മത്തിനുമെതിരെയുള്ള പോരാട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. കാരണം ചെങ്കടലില് ഫറവോയെയും കൂട്ടരെയും ആഴ്ത്തിക്കൊന്ന ദൈവം തീർച്ചയായിട്ടും ഇതിനൊരു വിരാമം ഉണ്ടാക്കി തരുമെന്നുള്ളതിന് നമുക്കൊക്കെ പ്രത്യാശിക്കും. കാരണം ചെങ്കടൽ പിളർന്ന് മോസസിനെയും ഇസ്രായേൽ ജനത്തെയും ദൈവം രക്ഷിക്കാൻ മുതിർന്നുവെങ്കിൽ ഈ അങ്കമാലി മണ്ണെന്ന് പറയുന്നത് നമുക്കറിയാം വളരെയേറെ വിശിഷ്ടമായിട്ടുള്ള പുണ്യഭൂമിയാണെന്ന് മാത്രമല്ല, വിമോചന സമരത്തിന് വേണ്ടി 7 സഹോദരങ്ങൾ തങ്ങളുടെ ജീവൻ കൊടുത്ത ഭൂമിയാണ്. അന്നത്തെ ഗവൺമെന്റ് നടമാടിയ അക്രമവും അനീതിയും മനുഷ്യത്വരഹിതമായിട്ടുള്ള എല്ലാ സമീപനങ്ങളെയും വെല്ലുവിളിച്ച് അവര് ആ പോരാട്ടത്തിന് രക്തം ചൊരിയേണ്ടി വന്നുവെങ്കിലും ആ പോരാട്ടം വിജയത്തിലെത്തുകയാണ് ചെയ്തത്. ആ മിനിസ്ട്രി അതോടുകൂടി അവസാനിക്കുകയെല്ലാം ചരിത്രത്തിൽ നമുക്കറിയാം. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. കാരണം എറണാകുളം അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ മൗണ്ടിന്റെ രംഗം ഞാൻ ദർശിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. കാരണം ഓരോ പിതാക്കന്മാർക്കും ഓരോ വണ്ടി പോലീസ്. ആടിന്റെ മണം അറിയണമെന്ന് ഇടയന്മാരോട് പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവരോട് ഇങ്ങനെ പറഞ്ഞു, പോലീസിന്റെ മണം അറിഞ്ഞിട്ട് വേണം നമ്മുടെ സിനഡിലേക്ക് പോകാനെന്ന്. എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ അതിരൂപതയ്ക്കുണ്ടായിരുന്ന വലിയൊരു സുതാര്യതയുണ്ട്, ട്രാൻസ്പെറൻസി. ഞാൻ ആ അതിരൂപതയിൽ 7 വർഷം ജീവിക്കാൻ ഇടവന്ന വ്യക്തിയായതുകൊണ്ട്, അതും പുണ്യശ്ലോകനായ വർക്കിപ്പിതാവിന്റെ കൂട്ടത്തില് അതിനു മുമ്പത്തെ പാരമ്പര്യങ്ങൾ ഏറ്റുവാങ്ങിയ പഴയപറമ്പി പിതാവിന്റെയും കണ്ടത്തി പിതാവിന്റെയും അറേക്കാട്ടി പിതാവിന്റെയും പടിയറ പിതാവിന്റെയും പിന്തുടർച്ചക്കാരായിരുന്ന പിതാവിന്റെ കൂട്ടത്തില് ആ നല്ല മുറിയിൽ ഉറങ്ങിയ കാലഘട്ടവും അവിടെ പ്രവർത്തിച്ച കാലഘട്ടവും എല്ലാവർക്കും ഒരുപോലെ ഏത് പാതിരായ്ക്കും ഏത് സമയത്തും കടന്നു വരാമായിരുന്ന, എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരുന്ന, അതും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അനാഥർക്കും അനീതി പ്രവർത്തിക്കുന്നവർക്കും അനീതിയിൽ അരകപ്പെട്ടു പോയവരെയും രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് നിന്നിരുന്ന അതിരൂപത ഇന്ന് കള്ളന്മാരുടെയും അതുപോലെ തന്നെ അനീതിയും അഴിമതിയും പ്രവർത്തിക്കുന്നവരുടെയും കേളിരംഗമായി എന്ന് പറയുമ്പോൾ നമ്മുടെ അതിരൂപത നമുക്കറിയാം ലോകത്തിലെ തന്നെ ശിരസ് ഉയർത്തി നിർത്തുന്ന പ്രാധാന്യമേറിയ ധാർമ്മികതയിലും ജീവിതത്തിന്റെ നന്മയിലും അതിൻ്റെതായ സൽകീർത്തികളിലുമെല്ലാം ഉയർന്നു നിന്ന ആ അതിരൂപയുടെ ശിരസ് വെട്ടിമാറ്റിയിട്ട് അവിടെ ആരുടെയൊക്കെ ശിരസ് കൊണ്ട് സ്ഥാപിച്ചു. അത് അഡ്മിനിസ്ട്രേറ്റർമാരെന്ന് പേര് കൊടുത്തു. അവർക്ക് ചെയ്യാവുന്ന എല്ലാ അക്രമവും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപത അതിസങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കപ്പെടുന്നത് നമ്മുടെ പ്രിയങ്കരരായ വൈദികരാണ്. അവരുടെ ആത്മനമ്പരം കണ്ടിട്ടാണ്
ജോയിസ് അച്ഛൻ അധികാരികളുടെ അധികാര ദുർവിനിയോഗത്തിനെതിരെ ധാർമ്മിക രോഷം ഉണർത്തിക്കൊണ്ട് ശക്തമായ ഒരു സമരത്തിന് ഗാന്ധിജി നമുക്ക് കാണിച്ചു തന്ന ഒരു സമരമുറ, അതിനേക്കാൾ ഉപരിയായിട്ട് യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചത് 40 രാവും 40 പകലും ഉപവാസം അനുഷ്ഠിച്ച് ശക്തി പ്രാപിച്ചുകൊണ്ടാണ്. ജോയിസ് അച്ഛൻ ഈ നിരാകാര പ്രാർത്ഥനാ യജ്ഞം ഇവിടെ ആരംഭിക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാം, ഒരു ദൈവശാസ്ത്ര പണ്ഡിതനാണ് ജോയിസ് അച്ഛൻ. പക്ഷേ കാലം കുറേയായിട്ട് ആന്റണി പടിയറ പിതാവ് തുടങ്ങി ഇങ്ങോട്ടുള്ള പിതാക്കന്മാരെ ഒക്കെ നോക്കിയാൽ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും ഒരു വൈദികനെയും മെത്രാനാക്കി ഇവിടുത്തെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനത്തെ കേൾക്കാനും അവരെ മനസ്സിലാക്കാനും അവരെ നയിക്കാനും ഇട വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയവേദനയാണെന്ന് ഞാൻ പറയും. ഇന്ന് ഇപ്പോൾ ഈ ഇവിടെ കൂടാനുള്ള കാരണം നമ്മൾ ആരെങ്കിലും വരുത്തി വെച്ചതാണോ? അല്ല, ഒരിക്കലുമല്ല. ഇത് മെത്രാന്മാരുടെ അവരുടെ അധികാര ദുർവിനിയോഗത്തിന്റെ, സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ധാർഷ്ട്യമാണ്, അഹങ്കാരമാണ് മെത്രാന്മാർക്ക്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ കന്യകാമറിയം യൂദയായുടെ തെരുവിലൂടെ കിടുക്കത്തിൽ യാത്രയായി. എന്തിനാണ്? എലിസബത്തിനെ ശുശ്രൂഷിക്കുക. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഏതൊരു വ്യക്തിയും ഇന്ന് ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും അനുവർത്തിക്കേണ്ടത് ദൈവിക ശുശ്രൂഷ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ റാഫേൽ തട്ടിൽ പിതാവ് ഈ അതിരൂപതയിലെ മേജർ ആർച്ച് ബിഷപ്പായതിനു ശേഷം അദ്ദേഹത്തിന്റെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടോ? ആ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടതുകൊണ്ടാണോ അദ്ദേഹം ഇവിടെ ഈ രൂപതയിൽ ദൈവിക കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നത്? എന്റെ സംശയമാണ്. അദ്ദേഹത്തിന്റെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു. കാരണം മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റ ഉടനെ തന്നെ അദ്ദേഹം എന്താണ് പ്രസ്താവിച്ചത്? നിങ്ങൾ കേട്ടു കാണും, നേരിട്ട് കണ്ടില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞത്, ആലഞ്ചേരിയോട് പറഞ്ഞത്, പിതാവേ അങ്ങ് എന്താ പറയാ കുറ്റക്കാരനെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല, മറിച്ച് അതൊരു വിശുദ്ധരാണെന്നാണ് തർട്ടിൽ പിതാവ് പറഞ്ഞത്. അതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയം വളരെ ഖേദകരമാണ്. ഇന്ന് നമ്മുടെ അതിരൂപത നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ്. ഞാൻ പറയാതെ തന്നെ അറിയാം. ബെന്നി പാലാട്ടി അച്ഛൻ, തോമസ് വാളുകാരൻ അച്ഛൻ, വർഗീസ് മണോളാൻ അച്ഛൻ, അതുപോലെ തന്നെ ജഫ് അച്ഛൻ, അതുപോലെ തന്നെ ജോഷി വേഴപ്പുറമിൽ അച്ഛൻ, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അഗ്നികുണ്ഡത്തിലിരിക്കുന്നത് പോലെയാണ്. അവരുടെ കുടുംബങ്ങളിലുള്ള ബന്ധുക്കൾ നീറുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരു വൈദികനാണ് ഇങ്ങനെയുള്ള ഒരു അനുഭവമെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മളൊന്ന് നമ്മുടെ വിഷയമായിട്ട് ചിന്തിച്ചു നോക്കൂ. അത്രയ്ക്ക് വേദനയുണ്ട് നമുക്ക് ഓരോരുത്തരും. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഇങ്ങനെ വൈദികരെ വെട്ടിനിരത്താനായിട്ട്, വൈദിക വൃത്തിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാനായിട്ട്, സസ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു കൊച്ചച്ഛനെ മഞ്ഞപ്പുറ, ഒരു പാവം കൊച്ചച്ഛനെ അവര് ചൂണ്ടയിട്ട് കഴുത്തിൽ കുറുക്കിട്ട് മുറുക്കി വലിച്ചു കൊണ്ടുപോയി. എന്തിനാ? ഈ മെത്രാന്മാരും ഇതുപോലെ ഈ കൊച്ചച്ഛനായിട്ടും വല്യച്ഛനായിട്ടും മെത്രാനായിട്ടും ഒക്കെ വന്നതല്ലേ? അവർക്ക് സഹോദര സ്നേഹമുണ്ടോ? അവർക്ക് ദൈവ സ്നേഹമുണ്ടോ?
അവർക്ക് മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഇത് നമ്മൾ ആരെങ്കിലും ഇത്രയും മോശപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുമോ? നമ്മുടെ അയൽക്കാരോടോ നമ്മുടെ ശത്രുക്കളോട് പോലും നമ്മളിങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. അത്രയ്ക്ക് മോശമായ പ്രവൃത്തികളാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സിനഡ് നടക്കുമ്പോൾ മെത്രാന്മാർ ചെയ്യുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. നിരാകാരത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, 1993, 94, 95 കാലഘട്ടത്തിൽ ഇവിടെ ചാരായ ഷാപ്പുകളും ഉപഷാപ്പുകളുമായിട്ട് കേരളത്തിലുടനീളം വന്നപ്പോൾ ഓരോ പെട്ടിക്കടയുടെയും മുമ്പിലൊക്കെ റോട്ടിലൊക്കെ ആളുകൾ വീണ് കിടക്കുന്ന ഒരു അവസ്ഥയായി. ഇത് സമൂഹത്തിന്റെ ധാർമ്മികതയ്ക്കും നീതിക്കും നല്ലത് അല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു പറ്റം ചെറുപ്പക്കാരും കുറച്ചു വൈദികരും എന്ന് പറയുമ്പോൾ ഈ അങ്കമാലി മേഖലയിൽ ശക്തനായ ഒരു പോരാട്ടം നടത്തിയ അച്ഛനാണ് ജോയിസ് അച്ഛൻ. അന്ന് അച്ഛൻ ഒരു പ്രസംഗം പറയുമ്പോൾ എത്രയോ ജനങ്ങൾ ആ പ്രസംഗം കേട്ടിട്ട് അച്ഛന്റെ പുറകെ ഈ സമരത്തിന് വന്നിട്ടുണ്ടെന്നറിയാമോ? അക്ഷരങ്ങൾ കൊണ്ട് അഗ്നിഗോളങ്ങളാക്കി വായുവിൽ അമ്മാനം അറിയുന്ന രീതിയിലുള്ള അച്ഛന്റെ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം കളമശ്ശേരി ഇവിടെ സെന്ററിൽ വെച്ചിട്ട് സോഷ്യൽ പള്ളിയിൽ വെച്ച് ആ കൂട്ടായ്മയുടെ പേരിൽ ബലിയർപ്പണം നടന്നപ്പോൾ അച്ഛൻ പറഞ്ഞ പ്രസംഗം നമ്മൾ വീഡിയോയിൽ കണ്ടു. ഞാൻ കേട്ടു, ഞാൻ 2 പ്രാവശ്യം കേട്ടു. കാരണം അത് അത്രമാത്രം ഹൃദയസ്പർശിയായിരുന്നു. അച്ഛൻ്റെ ഹൃദയത്തിന്റെ നൊമ്പലും വേദനയും എന്താണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു പ്രസംഗമാണ് അച്ഛൻ നടത്തിയത്. നമുക്കറിയാം, അച്ഛൻ്റെ ഹൃദയം പോലെ മറ്റനേകം അച്ഛന്മാരുടെയും ഒക്കെ വേദനയുണ്ടെങ്കിലും ഇന്ന് അച്ഛൻ സധൈര്യം ഈ സമരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശക്തമായ പിന്തുണ കൊടുക്കുക മാത്രമല്ല, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത പൂർവാധികം സമാധാനത്തിലും ഐക്യത്തിലും സന്തോഷത്തിലും ദൈവസ്നേഹത്തിലും വളരണമെന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. അതിനുവേണ്ടിയാണ് നാം ഇന്ന് ഒത്തൊരുമിച്ച് കൂടിയിരിക്കുന്നത്. അച്ഛൻ്റെ നിരാകാരം കൊണ്ട്, അങ്കമാലിയുടെ നിരാകാരം കൊണ്ട് വളരെയധികം ചലനങ്ങൾ കേരളത്തിലുടനീളം ഉണ്ടാക്കാൻ കഴിഞ്ഞു. കേരളം ഭരിക്കുന്ന സർക്കാർ തന്നെ ചാരായ നിരോധനം ഏർപ്പെടുത്തുവാൻ തക്കവണ്ണം ആ സമരത്തിന്റെ അഗ്നിജാല വളർന്നു വലുതായി എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒറ്റൊരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അന്ധർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ ഒരു വത്സരവും പ്രഖ്യാപിക്കാൻ എന്നെ അയച്ചിരിക്കുന്നു. യേശുക്രിസ്തു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ ഒരു സിനഗോഗിൽ കയറി യേശയ്യായുടെ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ ആദ്യം വായിച്ചുകൊണ്ടിറങ്ങിയ ഇന്ന് നമ്മുടെ സിനഡിലെ മെത്രാന്മാർക്ക് എത്ര പേർക്ക് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയും, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. കർത്താവിന്റെ ആത്മാവ് ഉണ്ട് എങ്കിൽ അവർ അന്ധർക്ക് വെളിച്ചമായി തീരേണ്ടതാണ്. ഈ അതിരൂപതയ്ക്ക് ഈ സിനഡിലെ മെത്രാന്മാർ വെളിച്ചം പകരേണ്ടവരാണ്. ബന്ധിതർക്ക് മോചനമാക്കേണ്ടതിന് പകരം അവർ ബന്ധനസ്ഥരാക്കാണ്. കഴിഞ്ഞ 10-12 മാസക്കാലം ഈ അതിരൂപതയിലെ കൊച്ചനിയന്മാരെ ബന്ധികളാക്കിയില്ലേ? നമുക്ക് ആർക്കെങ്കിലും വേദനിച്ചോ? അവരുടെ കുടുംബത്തിന്റെ വേദന നമ്മൾ മനസ്സിലാക്കണം. അവരുടെ കുടുംബത്തിന്റെ ഒരു കുഞ്ഞ് ജനിച്ച് ഒരു വൈദികനാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കള്, ആ കുടുംബം എത്രമാത്രം തീക്ഷ്ണതയോടെയാണ്. തീർച്ചയായിട്ടും ഈ അവസരത്തില് നിങ്ങൾക്കെല്ലാവർക്കും, എന്നെ ശ്രമിച്ച നിങ്ങൾക്കെല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ജോയിസത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും
അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് ജോയിസത്തിന് ഒരു അഭിവാദ്യം കൊടുത്താലോ? കൊടുക്കാം. അഭിവാദ്യങ്ങൾ, 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 ജോയിസത്തിന് അഭിവാദ്യങ്ങൾ, ജോയിസത്തിന് അഭിവാദ്യങ്ങൾ. ഓക്കെ, താങ്ക് യു.